കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അവസാനത്തെ കോൺഗ്രസുകാരനും ഇതാണ്. പക്ഷെ എന്താണ് വിക്കി തങ്ക് ബ്രോ വിവരമുണ്ടെന്നും പറഞ്ഞിങ്ങനെ വിവരക്കേട് വിളിച്ച് പറയുന്നത്? അവസാനത്തെ കോൺഗ്രസ് നേതാവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും, അതെന്താ ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനൊന്നും ഇല്ലയോ? എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ജനപ്രീതിയുള്ള അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവും അവസാനത്തെ ജനപ്രീതിയുള്ള കോൺഗ്രസ് നേതാവും എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ എല്ലാവരും ഒരേപോലെ ബഹുമാനിക്കുന്ന രണ്ട് ആൾക്കാരായിരിക്കണം ഉമ്മൻചാണ്ടിയും അതേപോലെ നമ്മുടെ VS അച്യുതാനന്ദനും എന്നുള്ള രണ്ട് നേതാക്കന്മാര്. പുള്ളി ഉദ്ദേശിച്ചത് അതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതുപോലെ കേരളത്തിൽ ജനപ്രീതി ഇത്രയും കക്ഷി രാഷ്ട്രീയ ഭേദമെന്നൊന്നും ഇല്ലാതെ ഒരു ജനപ്രിയ നേതാവ് കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ കുറഞ്ഞത് 30 മുതൽ 40 വർഷം വരെ ഒരാള് പ്രയത്നിക്കണം, മനസ്സിലായോ? എന്നാൽ മാത്രമേ ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു രണ്ട് നേതാക്കന്മാരെ നമുക്ക് മറ്റു പാർട്ടികളിൽ നിന്നും കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.